എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ പിണ്ടി തേങ്ങ അരച്ച കറിയാണ്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ സിമ്പിളും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പിണ്ടി പരിപ്പ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. പിണ്ടിക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കഷ്ണം പിണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പിണ്ടി വെച്ചിട്ട് കറി തയ്യാറാക്കുവാണെങ്കിൽ ഒരു 6-8 പേർക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പരിപ്പാണ്. ഞാനിവിടെ പരിപ്പും പിണ്ടിയും കൂടെയാണ് കറി വയ്ക്കാൻ പോകുന്നത്. പരിപ്പ് കഴുകി ഒരു വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കണം. കൂടെ തന്നെ നമുക്ക് പിണ്ടി ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് ഇതിൻ്റെ നാരെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം പിണ്ടിയും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ പിണ്ടി ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ പരിപ്പ് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്താനായിട്ടും വെച്ചു കൊടുക്കാം. പരിപ്പ് കഴുകി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പിണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൂടെ കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇവിടെ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ പിണ്ടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിണ്ടി കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയിലേക്കാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുന്ന പിണ്ടി കഷ്ണങ്ങൾ നമുക്ക് ഈ പരിപ്പിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള, കുറച്ച് കറിവേപ്പില, ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പും അതുപോലെ പിണ്ടിയും വെന്ത് വരാനായിട്ട് ഒരു 5-6 വിസിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 6 വിസിലിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. പിണ്ടി വെന്ത് വരുന്ന സമയം കൊണ്ട് അരമുറി നാളികേരം, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് നല്ല ജീരകം, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി അല്ലി, ഒരു 4 കഷ്ണം കൊച്ചുള്ളി, ഇത്രയും ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളവും കൂടി ചേർത്ത് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഒരു 6 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പും പിണ്ടിയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പേരെല്ലാം പോയി വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുവാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരക്കൂട്ട് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പായതുകൊണ്ട് വെള്ളം അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൂടെ കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴിയിട്ട് ഒരു നുള്ളു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറ് കഴിയിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൂടെ എടുക്കാം. കറി ചൂടാക്കി എടുക്കുന്നതിനായിട്ട് അടുപ്പിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ നമുക്കൊരു മൺചട്ടിയിലേക്ക് കറി മാറ്റാം. ചൂടായി വന്നിട്ടുള്ള കറി ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കാം. ഇനി ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. കറി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് താളിപ്പ് ചേർക്കാം. പെട്ടെന്ന് തന്നെ കറി മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി താളിപ്പ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള പിണ്ടി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു നാടൻ കറി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആകാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.